Today we are going to discuss about the topic prose. Prose, introducing prose, meaning, types and explanations about the types. അതൊക്കെയാണ് ഇന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രോസ് എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. Prose is a form of written or spoken language that usually exhibits a natural flow of speech and grammatical structure. നമ്മൾ സാധാരണയായിട്ട് എഴുതാനോ വായിക്കാനോ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു നാച്ചുറൽ ഫ്ലോ അല്ല, ഒരു ഒരിക്കലും അങ്ങനെ പോകുന്ന ഒരു ഭാഷയുണ്ട് അല്ലേ, അതുതന്നെയാണ് പ്രോസ്. It differs from most traditional poetry, where the form has a regular structure consisting of words based on meter and rhyme. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഒരു ട്രഡീഷണൽ പോം എഴുതുന്നതിനേക്കാൾ വ്യത്യസ്തമാണ്. അതായത് ഒരു ട്രഡീഷണൽ പോയട്രി എന്ന് പറഞ്ഞാൽ അതിനൊരു റെഗുലർ സ്ട്രക്ചർ ഉണ്ട്. വൃത്തം, പ്രാസം, അലങ്കാരങ്ങളും ഒക്കെ ഉള്ളതാണ് ഒരു പോം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതൊന്നും പ്രോസിൽ വരില്ല. അതിന് റെഗുലർ സ്ട്രക്ചർ ഉണ്ട്, കൺസിസ്റ്റ് ഓഫ് വേഴ്സ്, കാവ്യഭാഷ ഉണ്ട് അല്ലേ, കാവ്യം. അതുപോലെ മീറ്റർ ഉണ്ട്, റൈം ഉണ്ട്, റിതം ഉണ്ട്, റൈമിങ് സ്കീം ഉണ്ട്, അതൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ, പ്രത്യേകിച്ച് ഒരു താളം ഭാവം ഒന്നുമില്ലാതെ ഒരൊഴുക്കിൽ അങ്ങനെ സംസാരിക്കുന്നതിനെയാണ് പ്രോസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എഴുതുന്നതിനെ പ്രോസ് എന്ന് പറയും. The word prose first appeared in English in the 14th century. അപ്പോൾ 14-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു പ്രോസ് എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത് ഇംഗ്ലീഷിലേക്ക്. It is derived from the Old French prose, which is in turn originate in the Latin expression prosaratio, literally straight forward or direct speech. അതായത് ഈ പ്രോസ് എന്നുള്ള വേർഡ് 14-ാം നൂറ്റാണ്ടിൽ നിന്ന് വന്നിട്ടുള്ളത് ഓൾഡ് ഫ്രഞ്ച് പ്രോസിൽ നിന്നാണ്. ഡിറൈവ്ഡ് ഫ്രം ദ ഓൾഡ് ഫ്രഞ്ച് പ്രോസ്. അത് ഫ്രഞ്ചിക്ക് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? ഇംഗ്ലീഷിലേക്ക് വന്നിട്ടുള്ള ഫ്രഞ്ചിൽ നിന്നാണെങ്കിൽ ഫ്രഞ്ചിക്ക് വന്നിട്ടുള്ളത് ലാറ്റിൻ എക്സ്പ്രഷനിൽ നിന്നാണ്. ലാറ്റിൻ എക്സ്പ്രഷനിൽ പ്രൊസേറേഷ്യോ എന്നുള്ള ഒരു വേർഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ സ്ട്രേറ്റ് ഫോർവേഡ് ഓർ ഡയറക്റ്റ് സ്പീച്ച്. ഇതാണ് അതിൻ്റെ മീനിങ്. വർക്ക് ഓഫ് ഫിലോസഫി, ഹിസ്റ്ററി, എക്കണോമിക്സ്, etc., journalism and most fictions and expressions is the worst novel. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ സാധാരണഗതിയിലുള്ള ഫിലോസഫി, തത്വജ്ഞാനം അല്ല, തത്വചിന്തകൾ എഴുതാറുണ്ട്. അതുപോലെ ഹിസ്റ്ററി, ചരിത്രം, എക്കണോമിക്സ്, സാമ്പത്തികം, ഇത് അതുപോലെ തന്നെ ഒരുപാട് വർക്കുകൾ പ്രോസിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. ജേർണലിസം, മോസ്റ്റ് ഫിക്ഷൻ. പിന്നെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാവുന്നതെന്ന് വെച്ചാൽ കാവ്യരൂപത്തിലെ നോവലുകളുണ്ട്. ഇന്ദുലേഖ എന്ന് പറഞ്ഞൊരു നോവൽ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അത് കാവ്യരൂപത്തിലായിരുന്നു. ഒരു സാധാരണ നന്നായി മലയാളം അറിയുന്ന ഒരാൾക്കാണ് അത് ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം അതിൻ്റെ മുഖ്യ ഭാഗങ്ങളും സംസ്കൃതത്തിൽ കാവ്യം ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി പ്രോസ് വെറൈറ്റീസ്: ഫിക്ഷൻ, നോൺ ഫിക്ഷണൽ പ്രോസ്, ഹീറോയിക് പ്രോസ്, പ്രോസ് പോയട്രി. Non-fictional prose എന്ന് പറഞ്ഞാൽ prose that is a true story or factual account of event or information is non-fiction. Non-fiction എന്ന് പറഞ്ഞാൽ അതൊരു ആക്ച്വൽ സ്റ്റോറി ആവാം, അല്ലെങ്കിൽ ഫാക്ട്സിനെ കുറിച്ചിട്ട്, യാഥാർത്ഥ്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നതായിരിക്കാം. അതിൽ നിന്ന് നമുക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരുപാട് ഇവൻസിനെ കുറിച്ചിട്ട് മനസ്സിലാവും. അതുപോലെ നമുക്ക് ഇൻഫോർമേഷനും കിട്ടാനും സാധ്യതയുണ്ട്. ടെക്സ്റ്റ് ബുക്സ്, ന്യൂസ് പേപ്പർ, ആർട്ടിക്കിൾ ആൻഡ് ഇൻസ്ട്രക്ഷൻ മാനുവൽസ് all fall into this category. അപ്പോൾ ഈ കാറ്റഗറിയിൽ വരുന്നത് ഏതൊക്കെയാണ്? ടെക്സ്റ്റ് ബുക്ക്, ന്യൂസ് പേപ്പർ, ആർട്ടിക്കിൾ ആൻഡ് ഇൻസ്ട്രക്ഷൻ മാനുവൽസ്. ആൻ ഫ്രാങ്കിൻ്റെ ഡയറി ഉണ്ട്, വായിച്ചിട്ടുണ്ടോ? ആൻ ഫ്രാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു യങ് ഗേളാണ്. കമ്പോസ്ഡ് എൻറ്റയർലി ഓഫ് ജേർണൽസ്, എക്സെപ്റ്റ് recounts the young teen's experience of hiding with her family in Nazi-occupied Netherlands during World War II. അപ്പോൾ വേൾഡ് വാർ സെക്കൻഡിൻ്റെ സമയത്ത് അവരും കുടുംബവും ഒരു അണ്ടർഗ്രൗണ്ട് സ്പേസിൽ താമസിച്ചിരുന്നു. അപ്പോൾ അവർ ഒളിച്ച് താമസിക്കുമ്പോൾ അവർ നേരിട്ടിട്ടുള്ള അനുഭവങ്ങൾ, അതുപോലെ നാസിയുടെ അറ്റാക്ക് അവരെത്രത്തോളം എഫക്റ്റ് ചെയ്തിരുന്നു എന്നൊക്കെ പിന്നീട് ലോകം അറിഞ്ഞത് ആൻ ഫ്രാങ്കിൻ്റെ ഈ ഒരു ഡയറിയിലൂടെയാണ്. അപ്പോൾ അതൊക്കെ ഒരു നോൺ ഫിക്ഷണൽ പ്രോസാണ്. കാരണം എന്താ വെച്ചാൽ അതിൽ റിയാലിറ്റി ഉണ്ട്, അതിൽ ആ കുട്ടിയുടെ
ആ ഒരു ടീനേജിലെത്തി നിൽക്കുന്ന ആ ഒരു കുട്ടിയുടെ എക്സ്പീരിയൻസ് ഉണ്ട്. ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ നോൺ ഫിക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഫിക്ഷൻ ഈസ് എ ലോങ് നരേറ്റീവ് ഇൻ എനി മീഡിയം. നരേറ്റീവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ അങ്ങനെ വിവരിച്ച് പറയുന്ന ഒരു വളരെയധികം തുടർച്ചയായി അല്ലെങ്കിൽ വലിയ തുടർക്കഥകളൊക്കെ ഉണ്ട് അല്ലേ, അതുപോലെ നീളത്തിൽ വിവരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഫിക്ഷൻ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പീപ്പിൾ, ഇവൻറ്റ്സ് ആൻഡ് പ്ലേസസ് വിച്ച് ആർ ഇമാജിനറി. അതിലെ ആളുകളും അതുപോലെ സന്ദർഭങ്ങളും അതുപോലെ സ്ഥലങ്ങളൊക്കെ ഇമാജിനറി ആവും, സാങ്കല്പികമാവും. ഇതിലത്തെ കഥകൾ നമ്മൾ ചില സീരിയലൊക്കെ തുടങ്ങുമ്പോൾ ഇങ്ങനെ അലൈഗറി കൊടുക്കാറുണ്ട് അല്ലേ. ഇതിലെ കഥയും കഥാപാത്രങ്ങളും എല്ലാം തികച്ചും സാങ്കല്പികം മാത്രം, ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ മാറ്റി യാതൊരു സാമ്യമില്ല എന്ന് കൊടുക്കാറുണ്ട്. ആ സംഭവം തന്നെയാണ് ഇവിടെ പറയുന്നത്. പ്രൈമറിലി ഫിക്ഷൻ മീൻസ് റിട്ടൺ നരേറ്റീവ്സ് ഇൻ പ്രോസ്, എസ്പെഷ്യലി നോവൽസ് ആൻഡ് ഷോർട്ട് സ്റ്റോറീസ്. അപ്പോൾ ഷോർട്ട് സ്റ്റോറീസും നോവൽസൊക്കെ ഈ ഒരു ഫിക്ഷൻ എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. എ ലിറ്റററി വർക്ക് ഓഫ് ഫിക്ഷൻ, ദിസ് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ടൈപ്പ് ഓഫ് ലിറ്റററി പ്രോസ്. അപ്പോൾ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പ്രോസ് എന്ന് പറഞ്ഞാൽ അത് ഫിക്ഷൻ തന്നെയാണ്. യൂസ്ഡ് ഇൻ നോവൽസ് ആൻഡ് ഷോർട്ട് സ്റ്റോറീസ് ആൻഡ് ജനറലി ഹാസ് ക്യാരക്ടേഴ്സ്, പ്ലോട്ട് സെറ്റിങ്സ് ആൻഡ് ഡയലോഗ്സ്. അപ്പോൾ നമുക്ക് അറിയുന്നതാണ്, ഫിക്ഷൻസ് ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും. സിൻഡ്രല്ല, അതുപോലെ സ്പൈഡർമാൻ, അങ്ങനെ നമ്മളിപ്പോൾ കാണുന്ന ഒരുവിധമുള്ളതൊക്കെ എന്താണ്, ഫിക്ഷണൽ സ്റ്റോറീസ് ആണ്. ഹീറോയിക് പ്രോസ്, narrative prose tales that are the counterpart of heroic poetry in subject, outlook and dramatic style. അതായത് ഹീറോയിക് പ്രോസ്, ഹീറോ എന്ന് പറഞ്ഞാൽ ആരാന്ന് അറിയാം അല്ലേ, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടാവും, ഒരു ഹീറോ ഉണ്ടാവും. അപ്പോൾ ആ ഹീറോനെ കുറിച്ചിട്ടുള്ള പാട്ടുകൾ അത് ഇതിൻ്റെ ഒരു കൗണ്ടർ പാർട്ടാണെന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു മറ്റൊരു ഭാഗം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു പാതിഭാഗമായിട്ട് വരുന്നതാണ് ഹീറോയിക് പോയട്രി. ഇൻ സബ്ജക്റ്റ്, ഔട്ട്ലുക്ക് ആൻഡ് ഡ്രാമാറ്റിക് സ്റ്റൈൽ. ഇതിൽ അതിൻ്റെ സബ്ജക്റ്റ്, അതിൻ്റെ വിഷയവും ഔട്ട്ലുക്കും അതുപോലെ ആ ഒരു നാടകീയമായിട്ടുള്ള ശൈലി, അതൊക്കെ ഹീറോയിക് പോയട്രി പോലെ തന്നെയാണ് വരുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പുത്തൂരം വീട്ടിലെ ആണുങ്ങളെല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പാട്ടുകളുണ്ട്, പണ്ടത്തെ സിനിമയിലൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ നാടൻ പാട്ടായിട്ട് ഇങ്ങനെ വാമൊഴി വഴി വന്നിട്ടുണ്ട്, പാടിയിട്ട് ട്രഡീഷണൽ സ്റ്റൈലിൽ പാടി വന്നിട്ടുണ്ട്. വെദർ കമ്പോസ്ഡ് ഓറലി ഓർ റിട്ടൺ ഡൗൺ, ദി സ്റ്റോറീസ് ആർ മെന്റ് ടു ബി റിസൈറ്റഡ് ആൻഡ് ദേ എംപ്ലോയ് മെനി ഓഫ് ദി ഫോർമാലിക് എക്സ്പ്രഷൻ ഓഫ് ഓറൽ ട്രഡീഷൻ. അതായത് ഇതിങ്ങനെ ചിലപ്പോൾ കമ്പോസ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ടാവാം. ഇതൊക്കെ മെയിൻലി എന്തിനാണ് എഴുതുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ പാടി നടക്കാൻ, റിസൈറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിന് ഒരുപാട് ട്രഡീഷണൽ ഉദ്ദേശങ്ങളുണ്ട്, പല എക്സ്പ്രഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മിക്കവാറും ഇത് എവിടെയും എഴുതി വെക്കാതെ പാടിയിട്ട് അങ്ങനെ പ്രചരിച്ച് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഹീറോയിക് പ്രോസ് ആകുമ്പോൾ പാട്ടല്ല, ഒരു കഥകളാണ്. അപ്പോൾ ആ ഒരു കഥകളും ഈ ഒരു ഹീറോയിക് പോയട്രി സ്റ്റൈലിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് പറഞ്ഞത് പ്രോസ് പോയട്രി. പ്രോസ് പോയട്രി എന്ന് പറഞ്ഞാൽ ഗദ്യകാവ്യം. ഇപ്പോൾ മോഡേൺ റൈറ്റേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റൈലാണ് പ്രോസ് പോയട്രി. അവർക്ക് ഈ ഒരു പദ്യത്തിൻ്റെ സംഭവങ്ങളൊന്നും ഉൾക്കൊള്ളിക്കാതെ ഗദ്യരൂപത്തിലാണ് പദ്യവും എഴുതുന്നത്. ദാറ്റ് ഈസ് പ്രോസ് പോയട്രി. പോയട്രി പ്രോസ് റിട്ടൺ ഇൻ പ്രോസ് ഇൻസ്റ്റെഡ് ഓഫ് വേഴ്സ്. കാവ്യരൂപത്തിലല്ലാതെ ഒരു പ്രോസ് എഴുതുന്ന പോലെ ആണ് പോയട്രി പ്രോസ് എഴുതിയിട്ടുണ്ടാവുക. മെയിൻറ്റെയിനിങ് പോയട്രിക് ക്വാളിറ്റീസ്, എന്നിരുന്നാലും അതിൽ കുറച്ചൊക്കെ പോയട്രിക് ക്വാളിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. ഒരു പദ്യത്തിന് വേണ്ട ചില ഗുണങ്ങളൊക്കെ ഈ ഗദ്യ രൂപത്തിലുള്ള പദ്യങ്ങളിലും കാണാം. ഇറ്റ് ഈസ് റിട്ടൺ ടു ഇവോക്ക് ദ ഫീലിംഗ് ആൻഡ് ഇമാജിനറി ഓഫ് പോയട്രി. അപ്പോൾ ചില കവിതകളൊക്കെ വായിച്ചാൽ സാധാരണക്കാർക്ക് പെട്ടെന്നാണ്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷേ ഗദ്യരൂപത്തിലുള്ള പദ്യങ്ങളാണെങ്കിൽ അത് പെട്ടെന്ന് നമ്മുടെ ഫീലിങ്സിനെ ഉണർത്താനും, അതേപോലെ തന്നെ പോയറ്റ് എന്താണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഈ കവിത എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഒരു സാങ്കല്പിക ലോകത്തേക്ക് ഇറങ്ങിച്ചെല്ലാനും അത് വായിക്കുന്ന ഒരാൾക്ക് പറ്റുമെന്നാണ് പറയുന്നത്. ഇനി ഫിക്ഷണൽ പ്രോസ് ഇൻക്ലൂഡ്സ് നോവല്ലാസ്, ഷോർട്ട് സ്റ്റോറീസ്, നോവൽസ്. അതായത് ഫിക്ഷണൽ പ്രോസിൽ എന്തൊക്കെയാണ് വരിക? നോവല്ലാസ് എന്ന് പറഞ്ഞാൽ നോവൽസ് പോലെ തന്നെയാണ്, പക്ഷേ
അത് നോവൽസിനേക്കാളും ചെറുതും ഷോർട്ട് സ്റ്റോറിയേക്കാളും വലുതായിരിക്കും. പിന്നെ ഷോർട്ട് സ്റ്റോറീസ് നിങ്ങൾക്ക് അറിയുണ്ടാവും, ചെറുകഥകൾ, പിന്നെ നോവൽസ്. ഇനി ഫിക്ഷൻ കുറിച്ചിട്ട് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാണ്. എ വർക്ക് ഓഫ് ഫിക്ഷൻ സ്പീക്സ് ഓഫ് ആൻ ഇമാജിനറി വേൾഡ്. ഫിക്ഷൻ ക്യാൻ ബി ഇൻ്റർപ്രിറ്റഡ് ഇൻ മെനി വേസ്. അതായത് ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാങ്കല്പിക ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഹാരി പോട്ടറൊക്കെ കണ്ടവർക്ക് അറിയുന്നുണ്ടാവും എങ്ങനെയാണ് നമ്മൾ ആ ഒരു ലോകത്തേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹാരി പോട്ടറിൻ്റെ ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ ഇറങ്ങുമ്പോൾ എല്ലാവരും വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് അത് കാണാൻ പോകുന്നത്. ഫിക്ഷൻ ക്യാൻ ബി ഇൻ്റർപ്രിറ്റഡ് ഇൻ മെനി വേസ്. It can also include stories, fables, legends, myth, fairy tales, epic and narrative poetry. ഇതൊക്കെ ഇതിലും വരും. ഫാബിൾസ്, ലെജൻഡ്സ്, മിത്ത്, ഫെയറി ടൈൽസ്. ഫെയറി ടൈൽസ് എന്ന് പറഞ്ഞാൽ സിൻഡ്രല്ലയുടെ അല്ലെങ്കിൽ സ്നോ വൈറ്റിൻ്റെ ഒക്കെ പോലത്തെ കഥകൾ. എപ്പിക് ആൻഡ് നരേറ്റീവ് പോയട്രി. പ്ലേസ് ആൻഡ് അതർ തിയററ്റിക്കൽ ഫോംസ് വിത്ത് ഇമാജിനറി elements. Place and other തിയററ്റിക്കൽ ഫോംസ് വിത്ത് ഇമാജിനറി എലമെൻറ്റ്സ്. അതായത് നാടകങ്ങൾ, അതുപോലെയുള്ള തിയററ്റിക്കൽ എലമെൻറ്റ്സ് ഉണ്ട് അല്ലേ, വേറെ ഒരുപാട്. അപ്പം വെറും റിട്ടൺ ഫോംസ് മാത്രമല്ല, തിയററ്റിക്കൽ എലമെൻറ്റ്സും ഫിക്ഷനിലാണ് വരിക. ഇറ്റ് ഇൻക്ലൂഡ്സ് നോട്ട് മിയർലി റൈറ്റിംഗ് ബട്ട് ആൾസോ ക്രിയേറ്റീവ് വർക്ക്സ് സച്ച് ആസ് ഫിലിം, TV പ്രോഗ്രാംസ്, റേഡിയോ ഡ്രാമാസ്, കോമിക് ആൻഡ് വീഡിയോ ഗെയിംസ്. എ ഷോർട്ട് സ്റ്റോറി. ഈ ഷോർട്ട് സ്റ്റോറീനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതും ഫിക്ഷൻ്റെ ഒരു ഡിവിഷനാണ് അല്ലേ, ഫിക്ഷനിൽ വരുന്നൊരു സംഭവം തന്നെയാണ്. ഷോർട്ട് സ്റ്റോറീസ്. എ ഷോർട്ട് സ്റ്റോറി ഈസ് എ പീസ് ഓഫ് പ്രോസ് ഫിക്ഷൻ ദാറ്റ് ടിപ്പിക്കലി can be read in one sitting and focused on a self-contained incident or series of linked incidents with the intent of evoking a single effect or mood. A short story എന്ന് പറഞ്ഞാൽ ടിപ്പിക്കലി എന്താണ്, ഒരു പ്രോസ് ഫിക്ഷനാണ്. അതുപോലെ അത് ഒറ്റയിരിപ്പിന് തന്നെ ഒരാൾക്ക് വായിച്ചു തീർക്കാൻ പറ്റും. ഷോർട്ട് സ്റ്റോറി, ചെറുകഥകൾ അല്ലേ, ഒറ്റയിരിപ്പിന് തന്നെ ഒരാൾക്ക് വായിക്കാം. ഫോക്കസസ് ഓൺ എ സെൽഫ് കണ്ടെയ്ൻഡ് ഇൻസിഡൻറ്റ് ഓർ സീരീസ് ഓഫ് ലിങ്ക്ഡ് ഇൻസിഡൻറ്റ്സ് വിത്ത് ദ ഇൻറ്റൻറ്റ് ഓഫ് ഇവോക്കിംഗ് എ സിംഗിൾ എഫക്റ്റ് ഓർ മോഡ്. അതിൽ മിക്കവാറും ഒറ്റൊരു സാഹചര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ സന്ദർഭത്തെക്കുറിച്ചിട്ടാവും പറയുന്നുണ്ടാവുക. അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഒരു കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള തുടർക്കഥകൾ, സാഹചര്യങ്ങൾ കണക്ട് ചെയ്തിട്ട് പറയുന്നുണ്ടാവും. അല്ലെങ്കിൽ ഈ ഒരു ഷോർട്ട് സ്റ്റോറി വായിക്കുന്ന ആൾക്ക് ഒരു മൂഡ്, ഒരൊറ്റ എഫക്റ്റാണ് ഉണ്ടാവുക. സിംഗിൾ എഫക്റ്റും അല്ലെങ്കിൽ ഒരേ ഒരു മൂഡാണ് ക്രിയേറ്റ് ചെയ്യുക. അപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ നസറുദ്ദീൻ മുല്ല എന്നാളുടെ ഷോർട്ട് സ്റ്റോറീസ് വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിലൊക്കെ ഒരു നർമ്മമാണ്, നർമ്മത്തിൻ്റെ കൂടെ ചെറിയൊരു മോറൽ ലെസണും തരുന്നുണ്ടാവും അല്ലേ. അതുപോലെ ആരാണ് 1001 രാവുകൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത്. അവിടെ 1001 രാവുകൾ വായിച്ചിട്ടുണ്ടാവും ചിലരെങ്കിലും. 1001 അറേബ്യൻ നൈറ്റ്സിലും ഇതുപോലെ ഒരുപാട് ഷോർട്ട് സ്റ്റോറീസാണ്. പക്ഷെ അതിന് സിംഗിളായിട്ട് ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. ആ ഒരു ഇൻസിഡൻറ്റിന് കണക്ട് ചെയ്തിട്ട് പല കഥകളാണ് ആ ഒരു ബുക്കിൽ വരുന്നത്. ദ മോഡേൺ ഷോർട്ട് സ്റ്റോറി ഡെവലപ്ഡ് ഇൻ ദ ഏർലി 19th century. അപ്പോൾ മോഡേൺ ഷോർട്ട് സ്റ്റോറി വന്നിട്ടുള്ളത് 19th centuryയിലാണ് എന്ന് പറയുമ്പോഴും ഇത് റെക്കോർഡിക്കലായിട്ടാണ് ഇങ്ങനെ വരുന്നത്. പക്ഷെ നമുക്കറിയാം 1001 രാവുകൾ എന്ന് പറയുന്ന ബുക്കൊക്കെ വളരെ പഴയതാണ്. 8th centuryയുടെ ആ ഒരു സമയത്ത്, 8th century 8ാം നൂറ്റാണ്ടിൽ വരുന്നൊരു സംഭവമാണ്. ആ ഒരു ടൈമിലൊക്കെ ആയിട്ട് അന്ന് ഓറലിയാണ്, ആളുകൾ പറഞ്ഞിട്ട് അങ്ങനെ പ്രചരിച്ച ഒരു കഥയായിരുന്നു 1001 രാവുകൾ. ഈസ്റ്റ് കോസ്റ്റ് ഭാഗത്തു നിന്നാണ് തോന്നുന്നു അത് വന്നിട്ടുള്ളത്. എ ഷോർട്ട് സ്റ്റോറി typically takes the form of a brief fictional work, usually written in prose. Anecdotes, fables, fairy tales and parables are all examples of the oral storytelling tradition that helps to shape the short story. അപ്പോൾ ഷോർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ രീതിയിൽ ബ്രീഫായിട്ടുള്ള ഫിക്ഷണൽ വർക്കാണെന്നുള്ളത് നമുക്കറിയാം. പിന്നെന്താണ്, അത് പ്രോസിലായിരിക്കും. അനക്ഡോട്ട്സ്, ഫേബിൾസ്, ഫെയറി ടൈൽസ് ആൻഡ് പാരബിൾസ് ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് ദ ഓറൽ സ്റ്റോറി ടെല്ലിംഗ് ട്രഡീഷൻ ദാറ്റ് ഹെൽപ്സ് ടു ഷേപ്പ് ദ ഷോർട്ട് സ്റ്റോറി. അതായത് ഇതൊക്കെ ഇങ്ങനെ വാമൊഴി വഴി, അതായത് നമ്മൾ ഒരു കഥ ഒരാളോട് പറഞ്ഞു കൊടുത്ത്, ഇപ്പോൾ ബെഡ് ടൈം സ്റ്റോറീസൊക്കെ ഉണ്ട് അല്ലേ, കുട്ടികൾക്ക് രാത്രി കിടക്കുമ്പോഴൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഒരുപാട് ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്. മോറൽ വാല്യൂസ് ഉള്ള ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്. അങ്ങനെ വാമൊഴി വഴി പ്രചരിപ്പിച്ച ഒരുപാട് കഥകൾ ഷോർട്ട് സ്റ്റോറീസിൽ വരും.
ഇനി ടെയിൽ, ഒരു ടെയിൽ എന്ന് പറഞ്ഞാൽ ഷോർട്ട് സ്റ്റോറിയിൽ നിന്ന് എന്തുകൊണ്ടാണ് വ്യത്യാസമാവണമെന്ന് വെച്ചാൽ അത് മിക്കവാറും കെട്ടുകഥകളാവും. ടെയിൽ എന്ന് പറഞ്ഞതിൻ്റെ വേർഡ് മീനിങ് മലയാളത്തിൽ വരുമ്പോൾ കെട്ടുകഥ എന്നാണ് വരുന്നത്. ദ ഡെഫിനിഷൻ ഓഫ് എ ടെയിൽ ഈസ് എ സ്റ്റോറി ഐദർ റിയൽ ഓർ ഫിക്ഷൻ ദാറ്റ് ഈസ് ടോൾഡ്. എൻ എക്സാമ്പിൾ ഓഫ് എ ടെയിൽ ഈസ് വൺ ഓഫ് ഈസോപ്പ് ഫേബിൾസ്. ഈസോപ്പ് കഥകളൊക്കെ വായിച്ചിട്ടുണ്ടാവും അല്ലേ? ഈസോപ്പ് കഥകൾ എന്ന് പറയുമ്പോൾ കുറുക്കൻ മുന്തിരി കണ്ടിട്ട് ചാടിയ കഥ, അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. ഇറ്റ് ഹാസ് എ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ്. അതിന് നല്ലൊരു തുടക്കവും അവസാനവും ഉണ്ട്. ഗിവ് സം മോറൽ ലെസൺസ്. എ ടെയിൽ ഈസ് എ സ്റ്റോറി ഓഫൻ ഇൻവോൾവിങ് മാജിക് ഓർ എക്സൈറ്റിംഗ് ഇവൻറ്റ്സ്. ഇതിലും ബെഡ് ടൈം സ്റ്റോറീസൊക്കെ വരും. കുട്ടികളങ്ങനെ പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ എക്സൈറ്റിംഗ് ആണ്. കുട്ടികൾക്ക് ആ ഒരു സ്റ്റൈലിൽ, ഒരു മാജിക്കൽ സ്റ്റൈലിൽ വേണം അത് പറഞ്ഞു കൊടുക്കാൻ. അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളിങ്ങനെ കേട്ട് ഇരിക്കുന്നു പോകണം. ആ ഒരു സ്റ്റൈലിൽ അത് പറയണം എന്നാണ് പറയുന്നത്. താങ്ക് യു. ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ്.